വടിയാവാൻ ഇത് വെച്ചെറിഞ്ഞാൽ മതി കേട്ടോ. ഉണ്ട ശർക്കര കൊണ്ട് എന്താ പരിപാടി എന്നല്ലേ. ഇവിടെ ഒരാൾക്ക് കുറേ ദിവസമായിട്ട് ശർക്കര ചോറ് കഴിക്കാൻ ഭയങ്കര പൂതി. അപ്പം പിന്നെ ഇന്ന് അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അരമണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരിയിലേക്ക് കുറച്ച് ഏലക്കായ ഇട്ട് 2 വിസിലടുപ്പിച്ചാൽ റൈസ് സെറ്റായി. ഇനി ശർക്കരപ്പാനി ഉണ്ടാക്കണം. ശർക്കര കാണുന്ന പോലെ ആള് കുറച്ച് മുറ്റാണ് കേട്ടോ. ഇതൊന്ന് ചീകിയെടുക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ പപ്പയ്ക്കും മോനും മധുരം ഭയങ്കര ഇഷ്ടമാണ്. രണ്ടാൾക്കും പഞ്ചസാര ഇനി തരൂലാന്ന് പറഞ്ഞതുകൊണ്ട് ശർക്കര വെച്ചിട്ടുള്ള ഐറ്റംസിൻ്റെ ലിസ്റ്റാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ശർക്കരപ്പാനി ഒഴിച്ച് കുറച്ച് തേങ്ങയും നെയ്യും മുന്തിരിയും ഒക്കെ ഇട്ട് അങ്ങ് മിക്സ് ചെയ്താൽ നമ്മളുടെ ശർക്കര ചോറ് ഇവിടെ റെഡിയായി. പിന്നെ ഇന്നലെ പുറത്ത് പോയപ്പോൾ ഞങ്ങൾ കുറച്ച് ചെറുനാരങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതങ്ങ് ഉപ്പിലിട്ട് വെക്കാമെന്ന് വിചാരിച്ച്. ഇതെൻ്റെ ഒരു നൊസ്റ്റാൾജിക് ഐറ്റാണ് കേട്ടോ. ചെറുപ്പത്തിൽ മാമൻ്റെ കൂടെ ഒരു വലിയ ഭരണി നിറച്ച് ചെറുനാരങ്ങ ഉപ്പിലിട്ടതുണ്ടാവും. അത് ഇതുപോലെയൊന്നല്ല, ഒരു ചെറുനാരങ്ങ മൊത്തത്തിലാണ് ഉപ്പിലിട്ട് വെക്കുക. അതിങ്ങനെ 1-2 കൊല്ലമൊക്കെ ഇരുന്ന് സോഫ്റ്റ് ആയിട്ട് ഉള്ളിൽ ജെല്ല് പോലെയാവും. കണ്ടാൽ നമ്മൾ വിചാരിക്കും തേൻനെല്ലിക്കയാണെന്ന്. പക്ഷേ അപാര ടേസ്റ്റാണ് കേട്ടോ. ഒരു ചെറിയ കഷ്ണം മതി ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ.